നമസ്കാരം, ഞാൻ ഡോക്ടർ ഹരിത, അനോറക്ടൽ സർജൻ ആണ്. എൻ്റെ ഒ പിയിൽ ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ പ്രസന്റ് ചെയ്യുന്നത് ഫിഷർ എന്നുള്ള കണ്ടീഷനാണ്. മലദ്വാര സംബന്ധമായ എല്ലാ കണ്ടീഷൻസും പൈൽസ് ആണ് എന്നൊരു തെറ്റിദ്ധാരണ പൊതുവെ ഉണ്ട്. പക്ഷെ ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള മലദ്വാര സംബന്ധമായിട്ടുള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഫിഷർ ആണ്. ഫിഷർ എന്ന് പറയുന്നത് ആ ഒരു ഭാഗത്തുണ്ടാകുന്ന വിള്ളൽ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള പൊട്ടലാണ് ഫിഷർ എന്ന് പറയുന്നത്. ഇത് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നതുമാണ്. പേഷ്യൻസ് ലിറ്ററലി പറയുന്നത് ഒരു ബ്ലേഡ് വെച്ച് വരഞ്ഞ പോലുള്ള വേദനയാണ്, അല്ലെങ്കിൽ മുളകരച്ച് വരട്ടിയ പോലുള്ള അത്രയും സിവിയർ ആയിട്ടുള്ള വേദനയാണ് എന്നാണ് പേഷ്യൻസ് ലിറ്ററലി പറയാറുള്ളത്. ഇതിന് കാരണം ഫിഷർ എന്ന് പറയുന്ന ഈ ചെറിയൊരു മുറിവ് നമ്മുടെ മസിൽസിലായിട്ടും ചെറിയൊരു മുറിവ് ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്തെ മസിൽസ് എന്ന് പറയുന്നത് വളരെ ടൈറ്റ് ആയിട്ടിരിക്കുന്ന മസിൽസ് ആണ്. കാരണം നമുക്ക് മോഷൻ അറിയാതെ പോവുക എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ സ്വിങ്ക്റ്റർ എന്ന് പറയും. ആ ഒരു ഭാഗത്തെ മസിൽസ് ആണ് ആ ഒരു മലം പോകുന്ന പ്രക്രിയയെ ആവശ്യമില്ലാത്ത സമയത്തൊന്നും പോവാതെ ടൈറ്റായി പിടിച്ചു നിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്വിങ്ക്റ്റർ എപ്പോഴും ടൈറ്റ് ആയിട്ടായിരിക്കും ഇരിക്കുക. നമ്മൾ ഉറങ്ങുന്ന സമയത്താണെങ്കിൽ പോലും ഈ ഒരു മസിൽസ് വളരെ ടൈറ്റ് ആയിട്ടിരിക്കും. പക്ഷെ ഫിഷർ എന്നുള്ളൊരു കണ്ടീഷൻ വരുമ്പോൾ അവിടെ ഒരു മുറിവ് ഉണ്ടാകുന്നത് ഈ ഒരു മസിൽസിലോട്ടും കൂടെ ഒരു കട്ട് വരുന്നത് കൊണ്ട് വളരെ സിവിയർ ആയിട്ടുള്ള പെയിൻ ആണ് പേഷ്യൻസിന് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ ടോയ്ലറ്റിൽ പോകണം എന്നുള്ള ഒരു പേടി കൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് വരെ പേഷ്യൻസ് കുറയ്ക്കാറുണ്ട്. ഇത് ഒരുപാട് സ്ട്രെസ് ഉണ്ടാക്കുകയും അതുപോലെ ഉറക്കക്കുറവ് ഉണ്ടാക്കുകയും അവരുടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫിനെ തന്നെ ബാധിക്കുകയും ചെയ്യും. ഇത്തരത്തിലുള്ള പേഷ്യൻസ് നമ്മുടെ ഒ പിയിലോട്ട് വരുമ്പോൾ തന്നെ അവരുടെ ഫേസിലും ശരീരത്തിലും ഈ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. ഒരു മെലിഞ്ഞ ശരീരപ്രകൃതിയാണ് പൊതുവെ ഫിഷറുള്ള ആളുകൾക്ക് കണ്ടുവരാറുള്ളത്. കാരണം ഇവരുടെ ഈ ഒരു അസഹ്യമായിട്ടുള്ള പെയിൻ കാരണം. ഫിഷർ എന്ന് പറയുന്നത് അക്യൂട്ട് ആയിട്ടുള്ള ഒരു സ്റ്റേജ്, അതായത് തൊട്ടടുത്ത ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഫിഷറും കാലങ്ങളായിട്ട് കൊണ്ടു നടക്കുന്ന ഫിഷറും രണ്ട് തരത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തൊട്ടടുത്തുണ്ടായ ഫിഷർ എന്ന് പറയുന്നത് നമുക്ക് ചെറിയൊരു കത്തി കൊണ്ടോ ബ്ലേഡ് കൊണ്ടോ മുറിയുമ്പോൾ ഉണ്ടാകുന്ന തരത്തിൽ വളരെ ചെറിയൊരു മുറിവായിരിക്കും തുടക്കത്തിൽ തന്നെ കാണുന്ന ഒരു ഫിഷർ എന്ന് പറയുന്നത്. ഇതിൽ ചിലപ്പോൾ തുള്ളി തുള്ളിയായി ബ്ലഡും പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ കുറെ കാലമായിട്ടുള്ള ഫിഷർ ആണ് എന്നുണ്ടെങ്കിൽ അതൊരു ത്രികോണ ആകൃതിയിൽ തന്നെ ഒരു കുഴിയോട് കൂടിയിട്ടുള്ള ഫിഷർ ബെഡ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക. അത് ഉണങ്ങാനും വളരെയധികം താമസം എടുക്കും. ഇത്തരത്തിലുള്ള ഫിഷറിനോട് അസോസിയേറ്റ് ചെയ്ത് വളരെ ചെറിയൊരു തടുപ്പും കൂടെ കാണാറുണ്ട്. ഈ ഒരു തടുപ്പ് കാണുമ്പോൾ പേഷ്യൻസ് പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട് ഇത് പൈൽസ് ആണ് എന്നുള്ളത്. ഇത് പൈൽസ് ആയിരിക്കില്ല, അത് മിക്കവാറും ഒരു സെന്റിനൽ ടാഗ് ആവാനാണ് സാധ്യത. അതായത് ഇടയ്ക്കിടയ്ക്ക് പൊട്ടി മുറിവ് ഉണങ്ങി ഈ ഒരു പ്രക്രിയ കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ ഒരു സെന്റിനൽ ടാഗ് എന്ന് പറയുന്നത്. പൊതുവെ ഫിഷർ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷനും വയറിളക്കവും, അതായത് മലബന്ധവും വയറിളക്കവും മാറി മാറി വരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ 5-6 തവണ മോഷൻ പാസ് ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് ഇത്തരത്തിലൊരു ചെറിയ മുറിവ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതല്ലാതെ നമുക്ക് ഒരുപാട് സ്ട്രെസ് ഉള്ള ആളുകളാണ്, ദഹന പ്രശ്നങ്ങളുള്ള ആളുകളാണ്, കണ്ടിന്യൂസ് ആയി എന്തെങ്കിലും മെഡിസിൻസ് എടുക്കുന്ന ആളുകളാണെങ്കിലും ഇത്തരത്തിൽ ഫിഷർ വരാൻ സാധ്യതയുണ്ട്. മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മോഷൻ പോവാതിരിക്കാൻ, അതായത് അവിടെ പിടിച്ചു നിർത്തുന്ന സ്വിങ്ക്റ്ററുകൾ ഉണ്ട്. ആ മസിൽസ് കുറച്ചധികം ടൈറ്റ് ആണ് എങ്കിലും ഇത്തരത്തിൽ മോഷൻ പാസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകും. പേഷ്യൻസിന് കുറച്ചധികം സ്ട്രെയിൻ ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് ആ ഒരു ഭാഗത്ത് ചെറിയൊരു വിള്ളല് അല്ലെങ്കിൽ മുറിവ് വരാൻ സാധ്യതയുണ്ട്. അല്ലാതെ മറ്റൊരു കണ്ടീഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ കുടലിലോട്ട് വരുന്ന ഇൻഫെക്ഷൻസ് പോലെയുള്ള കണ്ടീഷൻസ്, അതായത് IBS പോലെ ആയിരിക്കാം, അല്ലെങ്കിൽ അൾസറേറ്റീവ് കൊളൈറ്റിസോ ക്രോൺസോ എന്നിങ്ങനെയുള്ള അസുഖങ്ങൾ ഉള്ളവരിലും ഇത്തരത്തിൽ ഫിഷർ, ഫിസ്റ്റുല ഇവ മാറി മാറി വരാൻ സാധ്യതയുണ്ട്. ഫിഷർ കുറെ കാലമായിട്ട് ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് അത് ഒരു ഫിസ്റ്റുലയായി മാറാൻ സാധ്യതയുണ്ട്. ഫിഷർ നമുക്ക് ക്ലിനിക്കിൽ തന്നെ ഒരു എക്സാമിനേഷൻ ചെയ്ത് വളരെ സിമ്പിൾ ആയി കണ്ടെത്താൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുകയും പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ട്രീറ്റ് ചെയ്ത് അസുഖം മാറ്റാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് ഫിഷർ എന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും അതൊരു ക്രോണിക് ഫിഷറിലോട്ടൊക്കെ എത്തി നമ്മുടെ ക്ലിനിക്കിലോട്ട് വരുമ്പോഴാണ് അത് നമുക്കൊരു പ്രൊസീജിയർ ഒക്കെ ചെയ്യേണ്ട അവസ്ഥയിലോട്ട് എത്തുന്നത്. തുടക്കത്തിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ ദഹനം ശരിയാക്കുന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് വിശപ്പുണ്ടാവാനും കഴിച്ച ഭക്ഷണം നല്ല രീതിയിൽ ദഹിക്കാനുമുള്ള മരുന്നുകൾ കൊടുക്കാം. അതോടൊപ്പം തന്നെ ലാക്സേറ്റീവ് ആയിട്ടുള്ള, അതായത് വയറ്റിൽ നിന്നും അയഞ്ഞു പോകുന്ന തരത്തിലുള്ള മരുന്നുകളും കൊടുക്കാം. സാധാരണ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് പോയി വാങ്ങുന്ന വയറിളക്കാനുള്ള മരുന്നുകളല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. ലാക്സേറ്റീവ് ആയിട്ടുള്ള അനുലോമന ഗുണമുള്ള ആയുർവേദത്തിൽ പറയുന്ന മരുന്നുകളാണ് പറയുന്നത്. അത്തരത്തിലുള്ള മരുന്നുകളാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു മരുന്നിനോട് ഒരു അഡിക്ഷൻ വരാതെ തന്നെ നമുക്ക് ഈ ഒരു കണ്ടീഷൻ മാറ്റിയെടുക്കാൻ സാധിക്കും. ഉണ്ടായിട്ടുള്ള ഒരു മുറിവ് ഉണങ്ങാൻ വേണ്ടി നമുക്ക് സിറ്റ്സ് ബാത്ത് ചെയ്യാം.
സിറ്റ്സ് ബാത്ത് എന്ന് പറയുന്നത് ഒരു ടബില്, നമുക്ക് ഇരിക്കാൻ പാകത്തിലുള്ള ഒരു ടബില് അത്യാവശ്യം നമുക്ക് സഹിക്കാൻ പറ്റുന്ന ചെറിയൊരു ചൂടുള്ള വെള്ളം എടുക്കുക. അതിൽ കുറച്ച് കല്ലുപ്പും കൂടെ ഇട്ട് ഒരു 10-15 മിനിറ്റ് ബട്ടക്സ് മുങ്ങിയിരിക്കുന്ന രീതിയിൽ ഇരിക്കുക എന്നുള്ളതാണ്. ദിവസം 2 തവണയൊക്കെ ഇത് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ പഴുപ്പ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ത്രിഫല ചൂർണം എന്ന് പറയുന്ന ഒരു മരുന്ന് കിട്ടും. അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ പൊടി അരിച്ചെടുത്തതിന് ശേഷം ആ ഒരു വെള്ളത്തിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ഈ മുറിവ് ഉണങ്ങാൻ സഹായിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള നെയ്യുകളും ഒരു ആയുർവേദ ഡോക്ടറുടെ കൺസൾട്ടേഷൻ പ്രകാരം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതും ആ ഒരു മുറിവ് ഉണങ്ങാൻ വളരെയധികം നല്ലതാണ്. പിന്നീട് ഇത് വീണ്ടും വരാതിരിക്കാനുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ഒരു ഡോക്ടർ പറഞ്ഞു തരും. ഇനി അതല്ല, കുറച്ച് കാലങ്ങളായിട്ടുള്ള ഫിഷറാണ്, കുറെ കാലമായിട്ട് ഇത് കൊണ്ട് നടക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരു പ്രഗ്നൻസിയിൽ സംഭവിച്ചതാണ്, ഡെലിവറിക്ക് ശേഷം ഉണ്ടായിട്ടുള്ളതാണ്, കുറച്ചും കൂടെ കാര്യമായ രീതിയിൽ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരാൻ സാധ്യതയുണ്ട്. സ്വിങ്റ്റർ എല്ലാം ടൈറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ആ സ്വിങ്റ്റർ ലൂസ് ആക്കുന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റുകളും, ഉണ്ടായിട്ടുള്ള ആ ഒരു മുറിവ് ഒട്ടും ഉണങ്ങാതിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് ഉണങ്ങാനുള്ള ഒരു സ്റ്റിമുലേഷനും നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അതിന് നിങ്ങൾ എന്തായാലും ഒരു ആനോറക്ടൽ സർജനെ കാണിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇത്തരത്തിൽ ഫിഷറുള്ള ആളുകളാണ്, അസഹനീയമായിട്ടുള്ള പെയിൻ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ഇനി കൂടുതൽ പെയിൻ എടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. എത്രയും പെട്ടെന്ന് സുഖമാവുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണിത്. ഡോക്ടറുടെ കൺസൾട്ടേഷൻ പ്രകാരം മാത്രം മെഡിസിൻ എടുക്കുക.